ഞാൻ പറഞ്ഞത് സാംസ്കാരിക പരിപാടികൾ നടക്കുമ്പോൾ തിരക്ക് നിയന്ത്രിക്കേണ്ടത് പോലീസാണ്. പോലീസ് അവരുടെ ജോലി ചെയ്യണം. അല്ലെങ്കിൽ സംഘടന നടത്തുന്ന സംഘടന ആ പരിപാടി എങ്ങനെയാണെന്ന് നടത്തണം. അതിനെതിരായിട്ട് ഈ വേടനെതിരായിട്ട് തിരിയേണ്ട കാര്യമൊന്നുമില്ല. വേടനെതിരായിട്ട് തിരിയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പറയുന്നത് അയാൾ ലഹരി മരുന്ന് ഉപയോഗിച്ചതിന് കേസിൽ അറസ്റ്റ് ചെയ്ത ആളാണ്. അതുകൊണ്ട് ഇനി അയാളുടെ പരിപാടി നടത്തുന്നത് എനിക്ക് അതിനോട് യോജിപ്പില്ല. അയാൾ എന്താ പറഞ്ഞത്? എനിക്ക് തെറ്റുപറ്റി, ഞാൻ ഇനി അത് ആവർത്തിക്കില്ല, എനിക്ക് പറ്റിയ തെറ്റിനി കുഞ്ഞുങ്ങൾക്ക് ആർക്കും സംഭവിക്കരുത് എന്ന് ആ മനുഷ്യൻ തുറന്നു പറഞ്ഞ ചെറുപ്പക്കാരൻ തുറന്നു പറഞ്ഞു. ഞാൻ പറയുന്നത് അദ്ദേഹത്തെ തന്നെ ലഹരി മരുന്നിനെതിരായിട്ടുള്ള ക്യാമ്പയിന് വേണ്ടി കൂടുതൽ ഉപയോഗിക്കണമെന്നാണ്. എനിക്ക് തെറ്റുപറ്റി, എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് ആർക്കും പറ്റരുത് എന്ന് പറയണം. അതല്ലേ ക്യാമ്പയിന്റെ ഭാഗം. അല്ലാതെ അയാളെ ഇനി ജീവിതകാലം മുഴുവൻ അയാൾ ലഹരി മരുന്ന് ഉപയോഗിച്ച് അയാൾ നശിച്ചു പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുകയാണ് ചെയ്യേണ്ടത്. കുറച്ചുകൂടി പോസിറ്റീവായിട്ടാണ് BJPയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവര് ഇപ്പോഴും സവർണ മേധാവിത്വമാണ് അവരുടെ ഉള്ളിലുള്ളത്. അപ്പൊ അദ്ദേഹം ഒരു പിന്നോക്ക ജാതിയിൽപ്പെട്ട ഒരാളായതുകൊണ്ടുള്ള അയാളോടുള്ളൊരു വിദ്വേഷമാണ് മനസ്സിൽ. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ആ ചെറുപ്പക്കാരൻ നല്ല പാട്ടുകാരനായ ആള് ജനങ്ങളെ കയ്യിലെടുക്കുന്ന ആൾ, അയാള് ഇതിലേക്ക് പെട്ടുപോയപ്പോ നമുക്ക് വിഷമമുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത അതിലൊരു വിട്ടുവീഴ്ച കേസിൽ ചെയ്യരുതെന്ന് പറഞ്ഞ ആളായാൽ. രണ്ടാമത് ഫോറസ്റ്റ് അയാളോട് വേറെ ആരോടും പെരുമാറാത്ത രീതിയിൽ ക്രൂരമായി എക്സസ് ആയി പെരുമാറിയെന്ന് പരാതിപ്പെട്ടവരും നമ്മൾ തന്നെയാണ്. പിന്നീട് അത് കറക്റ്റ് ചെയ്തു ആ കാര്യം. ഇനി അയാൾ പണ്ട് അയാൾ പറഞ്ഞല്ലോ തെറ്റ്, ആ കേസ് നടക്കട്ടെ. അയാളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കേസ് നിയമപരമായി നടക്കട്ടെ. എന്നും അയാളെ വേട്ടയാടാൻ പാടില്ല. ബിജെപിയുടെ പ്രശ്നം വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയമാണെന്ന് തോന്നുന്നു. അദ്ദേഹം എന്ത് രാഷ്ട്രീയമാണ് പറഞ്ഞത്? ഒരു രാഷ്ട്രീയവും. ആ ചെറുപ്പക്കാരൻ വന്ന് പാടി ജനങ്ങളെ ദളിതരാ CPM ഇവരുടെ എല്ലാവരുടെയും പ്രശ്നം ഇത് തന്നെ. കാര്യത്തോട് അടുക്കുമ്പോൾ അറിയാം ഇവരുടെ എല്ലാം യഥാർത്ഥത്തിലുള്ള സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് ഈ ഗവൺമെന്റ് തന്നെയല്ല അല്ലെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത്, അല്ലേ? ആണല്ലോ. അതിന്റെ പ്രായശ്ചിത്തമായിട്ടായിരിക്കും സർക്കാരിന്റെ പരിപാടിയിൽ ക്ഷണിക്കുന്നത്. നല്ല കാര്യം, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും. സർക്കാരിന്റെ പരിപാടിയിലെ പൊതുപരിപാടിയിൽ അയാൾ വരട്ടെ, അയാളൊരു സിമ്പിളാവട്ടെ. ഇനി ലഹരി മരുന്ന് ഉപയോഗിക്കില്ല, എനിക്ക് പറ്റിയത് തെറ്റാണ് എന്ന് പറയുന്നതിന്റെ ഒരു പ്രതീകമായി കേരളത്തിൽ അയാൾ മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.